ഹലോ കൂട്ടുകാരെ, ഹായ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മുടെ കിട്ടുവിനെ മനസ്സിലായല്ലോ. കിട്ടു നമ്മുടെ ഒപ്പമുണ്ട്. കിട്ടുവിന് ഒരുപാട് കഥകളൊക്കെ ഇഷ്ടമാണ്. കഥകളൊക്കെ പറയാൻ കിട്ടുവിന് അറിയാം അല്ലേ? കിട്ടുവിന് കഥയൊക്കെ അറിയില്ലേ? എനിക്കറിയാം. ഞാൻ നല്ലപോലെ കഥ പറയും. നല്ലപോലെ കഥ പറയുമെന്ന്. അപ്പോൾ ഇന്ന് കിട്ടുവിന് കഥ പറയുമോ? ഇല്ല, അങ്ങനെ പറഞ്ഞു. കിട്ടുവിന് ഇന്ന് കഥ പറയാൻ പറ്റത്തില്ല, അങ്കിള് പറഞ്ഞോളാന്നാണ് കിട്ടു പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കഥ പക്ഷികളുടെ ലോകത്ത് നടക്കുന്ന കഥയാണ്. കിളികളെന്നും പറയും. പക്ഷികളാണ്, പറക്കുന്ന പക്ഷികളാണ്. കാക്ക, പരുന്ത് ഇതൊക്കെയാണ്. അപ്പോൾ ആ പക്ഷികളുടെ ലോകത്ത് നടക്കുന്ന ഒരു മത്സരം ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത് ആരാണ് എന്ന ഒരു മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. പറഞ്ഞുതരാം. അപ്പോൾ ഓരോരുത്തരായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കാക്ക പറന്ന് ഉയരത്തിൽ പോയിട്ട് ചൂട് തട്ടിയപ്പോൾ കാക്ക തിരികെ പോന്നു. ആ കാക്ക വിചാരിച്ചു, ഇത്രയും ഉയരത്തിൽ ഞാൻ പറന്നു, ഇനി എന്നെക്കാൾ ഉയരത്തിൽ ആരെ പറക്കുമെന്ന് കാണണം. അപ്പോഴാണ് ഒരു പ്രാവ്, എന്താണ് പ്രാവ് ഇങ്ങനെ അതിനേക്കാളും ഉയരത്തിൽ കുറേ സമയം പറന്നു നിന്നു. എന്നിട്ട് പ്രാവ് താഴേക്ക് വന്നു. അപ്പോൾ പ്രാവ് കരുതി കാക്കയെ ഞാൻ തോൽപ്പിച്ചു. കാക്ക വളരെയേറെ വിഷമമായി. കാക്കയെക്കാളും ഉയരത്തിൽ പ്രാവ് പറന്നു. അപ്പോൾ പ്രാവ് കരുതി എന്നെക്കാളും ഉയരത്തിൽ ഇനി ആരും പറക്കുകയില്ല. അങ്ങനെ ഓരോ പക്ഷികളും പറക്കാൻ തുടങ്ങി. അവസാനം എന്തെന്നറിയാമോ? ഒരു പരുന്ത് വന്നു. പരുന്ത് പറക്കാൻ തുടങ്ങി. നമുക്കറിയാം അല്ലേ, പരുന്ത് എത്ര ഉയരത്തിൽ പറക്കും? നല്ല ഉയരത്തിൽ പറക്കും പരുന്ത്. അപ്പോൾ പരുന്ത് നല്ല ഉയരത്തിൽ, എല്ലാ പക്ഷികളെക്കാളും ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. ഉയരത്തിൽ പറന്നെത്തിയപ്പോൾ പരുന്ത് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ തന്നെ ജയിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ, സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോഴാണ് ആ പരുന്തിൻ്റെ ചിറകിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എന്തോ ഒരെണ്ണം പറന്നു പോകുന്നു. നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കുരുവി. എന്തെന്നറിയാമോ? ഈ പരുന്തിൻ്റെ ചിറകിൽ കയറി ഒളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഈ പരുന്തിൻ്റെ ചിറകിൽ ഈ കുഞ്ഞു കുരുവി ഒളിച്ചിരുന്നിട്ട് ആ കുഞ്ഞു കുരുവി ഏറ്റവും ഉയരത്തിൽ പരുന്തെത്തിയപ്പോൾ പരുന്തിൻ്റെ ചിറകിൻ്റെ ഇടയിൽ നിന്നും ഉയരത്തിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. എന്നിട്ട് താഴെ വന്നു. താഴെ വിധി എഴുതാനായിട്ട് ഒരാൾ, 1-2 പേര് ഇരിപ്പുണ്ട് കേട്ടോ, ജഡ്ജായിട്ട്. നമ്മൾ പാട്ട് പാടുമ്പോഴൊക്കെ ജഡ്ജായിട്ടിരിക്കും. പറഞ്ഞുതരാം. അപ്പോൾ ജഡ്ജ് 2 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെങ്ങനെ വിധി എഴുതി. ഏറ്റവും ഉയരത്തിൽ പറന്നത് കുരുവിയാണ്. എല്ലാവരും കൈയടിച്ചു. ശരിയാണല്ലോ, പരുന്തിൻ്റെ ചിറകിൻ്റെ മുകളിലിരുന്നാ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഉയരത്തിൽ കുരുവിയാ പറഞ്ഞത്. പക്ഷേ വിധികർത്താക്കൾ പറഞ്ഞു, ജയിച്ചത് പരുന്താണ്. പറഞ്ഞുതരാം. പരുന്താണ് ജയിച്ചതെന്ന് പറഞ്ഞു. പരുന്ത് വിജയിയായിട്ട് പ്രഖ്യാപിക്കാൻ 2 കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്നെന്താണെന്നറിയാമോ? ഒന്ന്, സ്വന്തം പരിശ്രമത്താൽ അവൻ ഏറ്റവും ഉയരത്തിലെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്വന്തം പരിശ്രമം കൊണ്ട് ഏറ്റവും ഉയരത്തിലെത്തി. നമുക്കറിയാം, കുരുവി സ്വന്തം പരിശ്രമം കൊണ്ടല്ല. കുരുവി എന്ത് ചെയ്തു? ചിറകിൻ്റെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു. പരുന്തിൻ്റെ ചിറകിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നിട്ടാണ് മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ പറന്നത് അല്ലേ? അപ്പോൾ സ്വന്തം പരിശ്രമം കൊണ്ടല്ല. അപ്പോൾ പരുന്ത് സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരത്തിലെത്തി. രണ്ടാമത്തെ കാര്യം, മറ്റൊരാളെ ഉയരത്തിലെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പരുന്ത് വിജയിയായി തീരാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മൾ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരങ്ങളിലെത്തണം അല്ലേ? ശരിയാ. മറ്റാരിൽ നിന്നും നമ്മൾ കട്ടെടുക്കുന്നതോ അപഹരിക്കുന്നതോ മോഷ്ടിക്കുന്നതോ അല്ല നമ്മളെ നല്ലവരാക്കി മാറ്റുന്നത്. നമ്മൾ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരത്തിലെത്തണം. ഒപ്പം മറ്റുള്ളവരെ ഉയരത്തിലെത്തിക്കാൻ സഹായിക്കുകയും വേണം എന്നുള്ളതാണ് അല്ലേ? നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്നവരാണ്. നമ്മളൊരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ കൂട്ടുകാരി വന്നില്ലെങ്കിൽ നാളെ അവൻ വരുമ്പോൾ അവനൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അല്ലേ? അവരെയും പഠിപ്പിക്കുവാനായിട്ട്, അറിവ് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ നല്ലതായിട്ട് പഠിച്ചു വിജയം നേടിയതുകൊണ്ടാണ് അവർ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ സ്വന്തം പരിശ്രമം കൊണ്ട് ഉയരത്തിലെത്തിയവരാണ്, നമ്മളെ ഉയരത്തിലെത്താൻ സഹായിക്കുന്നവരുമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഉയരത്തിലെത്തുക, ഒപ്പം മറ്റുള്ളവരെ ഉയരത്തിലെത്തിക്കാൻ
സഹായിക്കുക. നമുക്ക് വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശു കർത്താവ് പറഞ്ഞതാണ് കേട്ടോ. അത് ഇന്നത്തെ ചോദ്യം അതാണ്. ഏത് പുസ്തകം, ഏത് അധ്യായം, എത്രാമത്തെ വാക്യം കണ്ടുപിടിച്ച് എഴുതി അറിയിക്കുക. സമ്മാനമുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. സ്നേഹിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടെത്തി എഴുതണം. അതുവരെ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.